പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ
ആരെല്ലാം ഈ പാത്രത്തിൽ ആശ്രയിക്കുന്നുണ്ടോ അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറയണത് ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിച്ചെടുത്തത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഡൊമിനിക് സഹോദരൻ, ഡൊമിനിക്, അദ്ദേഹത്തിൻ്റെ വൈഫ് സിജി, പിന്നെ റോമിക്ക മകൾ, ഈ മൂവരും കൂടി ആ സാക്ഷ്യം പറയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നുവരെ ആരും പറയാത്ത സാധനമാണ്. അത് ഞാൻ നിങ്ങളോട് പറയണത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഉടമ്പടിയെടുത്തത്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, കുടുംബത്തിന് വലിയ കടങ്ങളൊന്നുമില്ല, കുടുംബത്തിന് സ്വസ്ഥവും സമാധാനമായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് പോയി. അപ്പോൾ ആ ഒരു കാലത്ത് ലീവിന് വന്നപ്പോൾ ഇവർ ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മോശം കാലത്താണ് ഉടമ്പടി എടുക്കുന്നത്. മോശം കാലത്തല്ലേ ഉടമ്പടി എടുക്കണം. എല്ലാവരും ഒരു 99% ആൾക്കാരും മോശം ടൈമിലാവുന്ന ഉടമ്പടി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞത്. അതാ നല്ല കാലത്ത് വന്ന ഉടമ്പടി. അപ്പം നല്ല കാലം എന്ന് പറയുമ്പോൾ കാലം ചേഞ്ച് ചെയ്യുമ്പോഴേ, ഇപ്പം എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു ആശുപത്രി കിടപ്പ് ഉറപ്പാണ്. അത് ഈ ജൂൺ മാസത്തിൽ, പിന്നെ ഇനി ഫെബ്രുവരി മാസത്തിലാണ്. കാര്യം പെട്ടെന്ന് നമുക്ക് കൺട്രോൾ പോയിട്ട് ഈ കഫം വന്ന് അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ അലർജറ്റിക്കായിട്ട്, തണുപ്പിനോട് അലർജിയാണ്, അലർജറ്റിക്കായിട്ട് നമ്മുടെ ചെസ്റ്റ് ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറച്ച് തുള്ളി പനിച്ച് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇത് എപ്പോഴും തുടങ്ങിയാല കുഞ്ഞുനാൾ പോലുള്ള റെക്കറിങ് ആയിട്ടുള്ള സംഭവമാണ്. കാലം മാറുമ്പോൾ ബോഡി നമ്മൾ അറിയിക്കും. ഭയങ്കര സിവിയറാണ് ആ സമയത്ത്. പനിയൊക്കെ 103 വരും. അപ്പം ഇതിൻ്റെ ഒരു വിഷയം ഇതുപോലെ അത് സീസൺ ചെയ്യും. ഇതുപോലെ ജീവിതത്തിലും ചില സമയത്ത് സീസൺ ചേഞ്ച് ഉണ്ട്. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സീസൺ ചേഞ്ചിന് മുമ്പ് നമ്മുടെ ജീവിതക്കാരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇപ്പം ഇയാൾ ഈ പറയുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ആൾ ജീസസ് യൂത്തിലെ ഫുൾ ടൈമറാണ്. ഫുൾ ടൈമേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും അത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞ് ഇട്ടേക്കുമ്പോൾ, ഇപ്പോൾ വലിയ യാത്രയില്ലേ, ലോങ് പോകേണ്ട ആൾക്കാരില്ലേ, ലോങ് പോകേണ്ട ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും. ഈ ആധ്യാത്മിക അധികമുള്ളത് അതാണ് നല്ലതെന്ന് തോന്നുന്നത്. ചില ആൾക്കാർ ഈ ഷോർട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നല്ലത് 1/2 ലിറ്ററൊക്കെ അടിക്കത്തുള്ളൂ, 1 ലിറ്റർ വല്ല 100 രൂപയൊക്കെ അടിച്ചു വെക്കും. അപ്പം അത് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഒരു മിനിമം ഫിസിക്കൽ ലൈഫ് ഉണ്ടെങ്കിൽ ഇതുപോലെ 100 രൂപയൊക്കെ 50 രൂപയൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരെ പോലെ. ലോങ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് സാക്ഷ്യം വഹിച്ചുള്ള സാക്ഷി ജീവിതമില്ലേ, അതിനാണ് ലോങ് പോകണമെന്ന് പറയണത്. അങ്ങനെ ലോങ് പോകണവർ ഫുൾ ടാങ്ക് അടിക്കണം. ഈ ഡൊമിനിക് ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന പാർട്ടിയാണ്. കാര്യങ്ങളുടെ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറാണ്. അപ്പോൾ അവർക്കറിയാം കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ഫുൾ സ്പിരിറ്റഡ് ആയിരിക്കണം. അപ്പോൾ സ്പിരിറ്റാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്, സ്പിരിറ്റിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പിരിറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറയുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനടുത്ത് യോഹന്നാൻ 16:14 ഒരു ഭയങ്കര വചനമാണ്. യോഹന്നാൻ 16:14 വായിച്ചേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ സീസൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, നിങ്ങളോട് പറയും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈശോന്റെ ഉള്ളിലുള്ളത് നമ്മൾ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ഫുൾ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നല്ലവണ്ണം സ്പിരിറ്റോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അത് കർത്താവ് നമ്മളെ അറിയിക്കും. അതാണല്ലേ കൃപാസനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം അതാണല്ലോ. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത്.
അപ്പോൾ അത് അൾത്താരയിൽ ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ ആഘോഷമായിട്ട് വന്ന് പറഞ്ഞത്. അമ്മയെ ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആ മെസ്സേജ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഏത് ജില്ലകളിൽ ചെന്നാലും ഏത് രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന അതൊരു വേ ഓഫ് ലൈഫായിട്ട് ഇപ്പോഴൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉടമ്പടി ഒരു ജീവിത രീതി എന്ന രീതിയിലാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കുറേ ആൾക്കാർ ഇങ്ങനെ പുതുക്കിയിരിക്കും. ഇന്ന് അശ്വതി നായർ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് ഇന്നലെ അതായത് അവർ പറഞ്ഞത്, എൻ്റെ കാശ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ വള കൊണ്ടേ പണയം വെച്ചു, ഇനി 35,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്, മാക്സിമം കിട്ടണം 35,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്കൊരു 15,000 രൂപയും കിട്ടുന്നതാണെന്ന് പറഞ്ഞു. 15,000 രൂപയ്ക്ക് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യണത്. അപ്പോൾ അശ്വനായർ പറയേ, വള ഇടിപ്പിക്കുന്ന ഒരു ടൈമായി, അപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും. വള ഇടിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വള എടുക്കണമല്ലേ, അല്ല പിന്നെ പലിശ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടനെ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട്, എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ അയച്ചെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് അറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു വള എടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഒരു ബന്ധവുമില്ല, ഒരറിവും ഇല്ലാത്ത ചേച്ചി എനിക്ക് 20,000 രൂപ അയച്ചു തന്നു. അപ്പം അശ്വതി സാക്ഷിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവർ സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഈ കൃപാസനത്തിൽ വരണത്. എന്താ കാര്യം, അവർ ഇതിൻ്റെ കൂടെ അങ്ങ് മാതാവിൻ്റെ കൂടെ ജീവിക്കുകയോ മാതാവ് അവിടെ കൂടെ ജീവിക്കുകയോ എന്തൊക്കെയാണ്. ഉടമ്പടിയുടെ ഒരു ലെവലെന്ന് പറയണത് നല്ല ശരിക്കും ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉടമ്പടിയുടെ ഫുൾ ഓപ്ഷനായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഉടമ്പടി ധ്യാനം പോലെ നീട്ടിപ്പറയാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ വിവരിച്ച് പറഞ്ഞുകൊള്ളാം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ലോങ് പോകുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അതായത് അന്ന് വേണ്ട അപ്പത്തിന് വേണ്ടിയുള്ള മിനിമം പരിപാടിയായിട്ട് പ്രാർത്ഥന മാറ്റരുത്. മറിച്ച് പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ സർവ്വസജ്ജമായി ഇരിക്കാനാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മേലെ ഇത് ഡെയിലി ബ്രെഡ് എന്ന വചനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ഏതാണ്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും എന്നാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷയുടെ സാക്ഷിയായി ഈ അൾത്താരയിൽ നിൽക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധാമ്മ നിൽക്കാൻ സഹായിച്ചതിനെ ഓർത്ത് പരിശുദ്ധാമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ വർഗീസ്. ഞാൻ കറൂറ്റി അടുത്ത് മാമ്പറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക മാമ്പറ സെൻറ്റ് ജോസഫ് ദേവാലയമാണ്. ഇത് എൻ്റെ മകള് വർഷ വർഗീസ്. ഞാൻ 2023 ജൂൺ 2 ആദ്യമായിട്ട് നമ്മുടെ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ഒരു വെക്കേഷൻ സമയത്ത് ഇവിടെ ആലപ്പുഴയിൽ ടൂറിനായിട്ട് ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അതൊരു മാതാവിൻ്റെ ഫോട്ടോയാണല്ലോ, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 3:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഇതൊന്ന് അന്വേഷിക്കാം, ഇതാണ് കൃപാസനം. അപ്പോൾ കൃപാസനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അമ്മയെക്കുറിച്ച് അറിയുവാനോ അതിൽ കൂടുതൽ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനിവിടെ മാതാവിൻ്റെ ഗ്രോട്ടോയിലൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒത്തിരി ക്യൂ കണ്ട് ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കണം എങ്കിലേ സാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ഞാൻ സാധാരണ വ്യക്തികൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ക്യൂവിൽ നിന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രേക്ഷിത പറഞ്ഞു, ഇത് കുറച്ച് സമയം പിടിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ വേറൊരു ദിവസം വാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്തു. എങ്ങനെയായാലും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നം
പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം അതിനു വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ എത്ര കാര്യങ്ങൾ വെക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ടോക്കൺ എടുത്തു, എല്ലാവരെയും പോലെ ക്ലാസ് കേട്ടു. അങ്ങനെ 6 നിയോഗങ്ങളും വെച്ചു. 6 നിയോഗങ്ങൾ വെച്ച് ഞാൻ തിരിച്ചു പോയി. അന്ന് വെക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ന കാര്യം നടക്കണം അങ്ങനെ ഉദ്ദേശിച്ചല്ല. എന്തൊക്കെയോ 6 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച് പോയതിന് ശേഷം വീട്ടിൽ വന്നു. അപ്പം എൻ്റെ ഇളയ മകള് അവൾ SLC +2 ഫുൾ A+ കുട്ടിയാണ്. മൂത്ത മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വേണ്ടി വന്നു. എങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചു, ഇളയ മകള് അവൾക്ക് ഇഷ്ടംപോലെ മാർക്കുണ്ട്, എന്നാൽ പിന്നെ എത്ര ബുദ്ധിമുട്ടുണ്ട, എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കാതെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ റിസൾട്ട് വന്നു. മാർക്കൊക്കെ നന്നായി 1200-ൽ 1195 മാർക്കുണ്ട്. ഇനിയൊന്നും പേടിക്കേണ്ട. അങ്ങനെ അവൾ എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷനായിട്ട് എഴുതി. കീമിൽ അവൾ പരാജയപ്പെട്ടു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എഴുതി വെച്ച നിയോഗങ്ങൾക്ക് എത്രമാത്രം വാല്യൂ ഉണ്ട്. മാതാവിൻ്റെ അടുത്ത് വന്നതിന് ഒരു പ്രത്യേക കാരണം വേണമല്ലോ എനിക്ക്. അതിനായിട്ട് തന്നെ ഞാൻ മോളെയും കൊണ്ട് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. ഞാൻ മോളെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അവൾ ഉടമ്പടിയിൽ വെച്ചു. ഞാനിനി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കാതെ അവൾ ഉടമ്പടി എടുത്തു. അവളില്ലാത്തതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവൾ കോളേജിൽ 4th ഇയറാണ്. അവൾ ഏറ്റവും ടോപ്പാണ് ആ കോളേജിൽ. നല്ല CGPA എൻ്റെ മോൾ പഠിക്കുന്നു. BTech കമ്പ്യൂട്ടർ സയൻസാണ് അവൾ എടുത്തിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ അവൾക്കുണ്ട്. അതുപോലെ തന്നെ അവൾ കഴിഞ്ഞ മാസം വരെ ഇവിടെ വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ അടുത്ത പുതുക്കലിനായിട്ട് വെച്ചപ്പോൾ എൻ്റെ മൂത്ത മകളുടെ BSc നഴ്സിംഗ് പാസ്സാവാനായിട്ടുള്ള ഒരു നിയോഗം ഞാൻ വെച്ചിരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാം, അവൾ സംസാരിക്കും. എൻ്റെ പേര് വർഷ വർഗീസ്. ഞാൻ മാമ്പ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2026 ഏപ്രിൽ 17-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ 2023-ലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്തു. അപ്പോൾ രാത്രിയെല്ലാം കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാനും കൂടെ ചൊല്ലുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹം അപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ എനിക്കിങ്ങനെ അമ്മ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. പിന്നെ അമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ നടക്കാറുമുണ്ട്. അങ്ങനെ എനിക്ക് ഒരാഗ്രഹം വന്നു, ഉടമ്പടി എടുക്കണം, മാതാവിനോട് കൂടുതൽ അടുക്കണം. അങ്ങനെ ഞാൻ 2026 ഏപ്രിൽ 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ BSc നഴ്സിംഗ് ലാസ്റ്റ് സെം പാസ്സാക്കണമെന്നുള്ളത്. ഞാനപ്പോൾ ലാസ്റ്റ് സെം എഴുതിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ ആദ്യമേ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു എൻ്റെ BSc നഴ്സിംഗ് പാസ്സാവണമെന്നുള്ളത്. അമ്മ അപ്പോഴേ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് മാതാവിനോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ബൈബിള് കറക്റ്റായിട്ട് വായിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് പകുതി ആയപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി. ഞാൻ പ്രതീക്ഷിക്കാത്ത സബ്ജക്റ്റിന് എനിക്ക് നല്ല മാർക്ക് തന്നു മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ആത്മീയ ജീവിതമായിട്ട് ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചായിരുന്നു പരീക്ഷയ്ക്ക് പോകാറുണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ കൂട്ടുകാരികൾക്കും ഞാൻ തൈലം കൊടുക്കുമായിരുന്നു, ഉപ്പ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മാതാവിനെ കാണണം, എൻ്റെ മെഴുകുതിരിയിൽ റോസാപ്പൂവായിട്ട് മാതാവ് വരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ 5:30 പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മെഴുകുതിരിയിൽ റോസാപ്പൂവായിട്ട് ഞാൻ മാതാവിനെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി.
അമ്മയുടെ മെഴുകുതിരിയിൽ കാണുമെന്ന് പറയുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മെഴുകുതിരിയിലും കാണണമെന്ന്. അങ്ങനെ എനിക്കും കാണാൻ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പൊതിച്ചോറ് കൊടുക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തരുന്ന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ വിതരണം ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 2ാമത്തെ ആഴ്ച തന്നെ ഞങ്ങളൊരു വൃദ്ധസദനത്തിൽ പോയി 150 പേർക്കുള്ള ഭക്ഷണം കൊടുത്തു. അത് ഒരു അനുഭവമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇനി അമ്മയുടെ സാക്ഷ്യങ്ങൾ പറയാൻ കൊടുക്കും. 11 പ്രാവശ്യമായി ഞാൻ ഉടമ്പടി പുതുക്കുന്നു. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് എല്ലാ മാസവും ഞാനിവിടെ വരും. എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങും. അതുപോലെ എല്ലാ മാസവും എനിക്ക് അനുഭവം ഉണ്ടാവും. ഒരു ദിവസം ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ജപമാല എൻ്റെ ട്രെയിനിലുള്ള കുട്ടിക്ക് കൊടുത്തു. ഒരു ഹിന്ദു കുട്ടിയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞു, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ജപമാല മോൾ കൊണ്ടുപോക്കോ. അവളത് കൊണ്ടുപോയി. അവൾ പിറ്റേ ആഴ്ച വിളിച്ച് പറഞ്ഞു അവൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. അത് എന്നോട് വിളിച്ചു പറഞ്ഞു ആ കുട്ടി ഇവിടെ വന്നിട്ടില്ല, അവളൊരു ഹിന്ദു കുട്ടിയാണ്. അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ മെഴുകുതിരിയിൽ പതുക്കെ വെട്ടം തെളിക്കുമ്പോൾ മിന്നും. വേഗം തന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്യും. അത് റോസാപ്പൂവായിരിക്കും. അതായത് എനിക്ക് എല്ലാ മാസവും മാതാവ് എൻ്റെ വീട്ടിൽ വരും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളായിട്ട് 3 കെട്ട് പത്രം വാങ്ങി സ്റ്റാൻഡിൽ വിതരണം ചെയ്യും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരിൽ നിന്നും ഒന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പിടിപിടിയിൽ നിന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് പോരാൻ സാധിക്കും. ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിലുള്ളതാണ്. അത് ആദ്യമേ തുടങ്ങി എനിക്ക് പാവങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് സാധിക്കുമെന്നല്ലാണ്ട് ഉടമ്പടിയിൽ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒന്ന് മാതാവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കിതൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ മാസവും ഇപ്പോൾ വന്നപ്പോൾ വരെ ഫുഡും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആ ഫുഡ് കൊടുത്തു. പിന്നെ മിക്കപ്പോഴും എനിക്ക് തോന്നാണ് ഇന്നെനിക്ക് ഫുഡ് കൊടുക്കണമെന്ന് നോക്കിയാണെങ്കിൽ ഞാൻ വേഗം തന്നെ പഴവും വാങ്ങും, മുട്ട വാങ്ങി പുഴുങ്ങി ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി രാത്രിയാവുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കും. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മളെന്തോ ചെയ്തു, ഈശോയ്ക്ക് വേണ്ടി മാതാവിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തു, തൃപ്തിയായി എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനും ശ്രമിക്കണം. നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ചിന്തിക്കും, നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജീവിതത്തിൽ, നമ്മൾ എന്ത് നേടി, കുറേ ഫുഡ് കഴിച്ചു, കുറേ വസ്ത്രം ഇട്ടു, കുറേ കാലം ജീവിച്ചു, അതിലുപരി നമ്മൾ എന്ത് ഈശോയ്ക്കും മാതാവിന് വേണ്ടി ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഫയർ വർക്സിൻ്റെ ഗവൺമെൻറ് ലൈസൻസിയാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നു. ആ അപകടം ഹസ്ബൻഡ് വന്നുള്ള, പക്ഷെ അത് 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ സാധിച്ചു. എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലം മാതാവിൻ്റെ ഒരു ഫോട്ടോ സ്ഥിരം ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും എൻ്റെ കഴുത്തിൽ ആ ബാഗിൽ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഞാൻ കാണുന്നവരോടൊക്കെ മാതാവിനെ കുറിച്ച് പറയും. അതുപോലെ എനിക്കൊരു മുടക്കവും വന്നുള്ള. അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ചെന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതിനോട് ചേർന്ന് ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷെ അവരത് കൊടുക്കില്ല ഒരിക്കലും മൊത്തത്തിൽ എന്നായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ അന്ന് ടോക്കണും കൊടുത്തേക്കാണ്. മാതാവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം അതായിരുന്നു. പക്ഷെ ഞാനത് മനസ്സിൽ അത് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ എന്തിനാ ആഗ്രഹിക്കണേ, ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെടാം, 5 സെൻറ്റ് സ്ഥലം ഇല്ലേ എന്നോർത്ത് ഞാൻ പോയി. പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ടോക്കൺ കൊടുത്തേക്കണു. അത് ഏറ്റവും വലിയ നേർച്ച വസ്തു. ഞാൻ അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഇനിയും കൊടുക്കാനുള്ള സ്ഥലം അത് മൊത്തം ഞങ്ങൾ എടുക്കേണ്ട വരും. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് നടത്തി തരട്ടെ. അടുത്തതായിട്ട് എൻ്റെ എൻ്റെ വിരൽ പഴുത്ത് ആകെ ബുദ്ധിമുട്ടായി, നഖമൊക്കെ പോയി എന്നുള്ള മട്ടായി പഴുത്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലൊന്നും തൈലത്തിൻ്റെ കാര്യമൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ തൈലം പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഓർത്തു, അയ്യോ മാതാവിൻ്റെ തൈലം ഉപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ ചൂടുവെള്ളത്തിലിട്ട് ഞാൻ ഉപ്പിട്ട് കഴുകുകയും തൈലം പറ്റുകയും ചെയ്യുന്ന ഫലമായി അത് സുഖപ്പെട്ടു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ആദ്യമേ തുടങ്ങി കുടുംബ പ്രാർത്ഥനയ്ക്കും ഒന്നിനും ഒരു കുറവില്ലാത്ത കുടുംബമാണ്.
പക്ഷെ നമ്മളെ ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഒരു തെറ്റ് ചെയ്താലും പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മമാരെ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ അത്രയും അനുസരിക്കില്ല. പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മളോട് അമ്മയെ വഴുക്ക് പറയും എന്നുള്ള പേടിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. ഹസ്ബൻഡ് എന്നോട് ചോദിക്കും ഇവൾക്ക് എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇടയ്ക്ക് എന്നിട്ട് പറയും നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും സാധിച്ചു തന്നെ. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ മാരാരിക്കുളത്തേക്ക് ടിക്കറ്റ് എടുത്തേ. അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരു നീല ഉടുപ്പിട്ട ഒരു കുട്ടി, 23 വയസ്സുണ്ട്. അത് മാത്രം ആ മാരാരിക്കുളത്ത് വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഇളയ മോളും ഉള്ളൂ. അപ്പോൾ ആ കുട്ടി ഞങ്ങളോട് ചോദിച്ചു, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടുപ്പിട്ട ആ കുട്ടി എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലേക്കാണ്, അപ്പോൾ എന്നോട് കൂട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് ആ മോളെ ഞങ്ങൾ കയറ്റി. ഒരു ലാച്ചിയാണ്, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സാരി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലാച്ച മോഡലിലുള്ള സാരിയാണ്. ഞാൻ ആ കുട്ടീനെ വണ്ടി കയറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എവിടെ ഇറങ്ങണേ? കൃപാസനത്തിലാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ കയറിനേക്കാൾ മുമ്പ് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു ആദ്യം ചേച്ചി മോളും കയറ്, എന്നിട്ട് ഞാൻ കയറണോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം കയറി വണ്ടിയിലിരുന്നു. അറ്റത്തായിട്ട് ആ കുട്ടി ഇരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു ഈ കുട്ടീനെ അവിടെ ഇറക്കിക്കോ, ഇനിയും കൂടുതൽ പൈസയൊന്നും വാങ്ങരുതട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല, നീല ഉടുപ്പ് മാത്രം ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷെ മാതാവ് ഇവിടെ വന്ന് ഓട്ടോറിക്ഷയിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ പരിശുദ്ധ അമ്മയാണ് ആയിരിക്കുന്നത്. നമ്മുടെ അമ്മ തന്നെ പരിശുദ്ധ അമ്മയോട് അത്രമാത്രം സൗന്ദര്യമുള്ള എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു. ഞാൻ പോന്നു. എനിക്കറിയില്ല പരിശുദ്ധ അമ്മയാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. രാത്രി 11:30 ഞാൻ ഒരു ഉറക്കത്തിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ആ പരിശുദ്ധ അമ്മയായിരുന്നു എന്ന്. അപ്പം ഞാൻ മനസ്സിലോർത്തു ദൈവമേ എനിക്ക് ഒന്നോടെയും കാണാമായിരുന്നു, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു എന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഒരിക്കലും സാധിച്ചില്ല. ഞാൻ വേഗം എൻ്റെ സഹോദരിമാർക്കും ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഞാനിന്ന് പരിശുദ്ധ അമ്മേനെ കണ്ടു. എൻ്റെ മക്കളോടും പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മേനെ കണ്ടു. പക്ഷേ ഇപ്പോഴും എനിക്ക് സങ്കടമായേക്കാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു, അത് ഉറപ്പാണ്, അത് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു. ആ പരിശുദ്ധ അമ്മേനെ കാണാനും പറ്റി, സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ നിറച്ച് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. ഞാൻ ശ്വാസം മുട്ടി വാതിൽ തുറന്നു അവിടെയൊക്കെ നോക്കി, ഒരു പെർഫ്യൂമോ ഒന്നുമില്ല. പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ആ മുറിയിൽ എനിക്ക് ശ്വാസം മുട്ടി അത്രയും സുഗന്ധമായിരുന്നു. ഞാൻ വാതിൽ തുറന്നതിന് ശേഷമാണ് എനിക്ക് ആ സുഗന്ധത്തിൻ്റെ കാഠിന്യം കുറയാൻ സാധിച്ചത്. അങ്ങനെ ഇപ്പോഴും മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഇത് കണ്ടിട്ടാണ് എൻ്റെ മക്കൾ 2 പേരും ഉടമ്പടി എടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി. അങ്ങനെ ഇളയ മോൾ ആദ്യം ഉടമ്പടി എടുത്തു, അവൾക്ക് അഡ്മിഷനും കിട്ടി. അവൾ കഴിഞ്ഞ മാസം ഇവിടെ വരുമ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചി നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം പൈസയും കൊണ്ട് ഞാൻ 1 മാസം വരും. ഓക്കെ, അവൾക്കൊരു ട്യൂഷൻ കുട്ടീനെ കിട്ടി, +2. അവളുടെ 1200 രൂപ അവൾക്ക് ഫസ്റ്റ് മാസം കിട്ടിയ പൈസയും കൊണ്ടാണ് അവൾ കഴിഞ്ഞ മാസം മാതാവിൻ്റെ അടുത്ത് വന്നത്. മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ മാതാവിനുള്ളത് ആദ്യം അവൾ നേർച്ചയിട്ടു, പിന്നെ ഫുഡും ഞാൻ കൊടുത്തു വിട്ടു. അവൾക്ക് 6 പൊതി ഫുഡ് അതെല്ലാം കൊടുത്തതിന് സന്തോഷവതിയായിട്ട് പോണേ. ഇപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ബൈബിൾ വായിക്കുകയാണ്, സാക്ഷ്യം കേൾക്കാണ്, കൂടുതൽ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഒത്തിരി മാറി. എൻ്റെ 2 മക്കളും പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതൊരു കണ്ടൻ്റാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ളത്. പിന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ ജപമാല റാലിയിലുള്ള ഞാൻ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കഴിഞ്ഞ മാസം വരെ ഞാനൊരു നിശ്ചിത പൈസ ഞാൻ മാതാവിന് എൻ്റെ QR കോഡിൽ സ്കാൻ ചെയ്ത് ഇടുന്നുണ്ട്. അടുത്ത ജപമാല റാലി വരെ ഞാനതിടും, തുടർന്നും ഇടും. എന്നും ഞാനത് QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ഇടുന്നുണ്ട്. ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ ക്യൂവിൽ ക്യാൻസർ രോഗികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ആ അമ്മയ്ക്ക് ഞാൻ കുറച്ച് പൈസ
ഹസ്ബൻഡ് മരിച്ചു, വീടൊക്കെ വിറ്റു, ഒരു ഷെഡാണ് പണിതിരിക്കുന്നത്. ആ അമ്മയ്ക്ക് അപ്പം തന്നെ ഇത്തിരി പൈസ ഞാൻ കൊടുത്തു, വീട്ടിൽ ചെന്ന് ഞാൻ കൊടുത്തു. പിന്നെ എൻ്റെ സഹോദരി, അവൾ ജർമ്മനിയിലാണ്, അവൾ കുറച്ച് ക്യാഷ് അയച്ചു തന്നു. ഒരു പഠിക്കാൻ കഴിയില്ലാത്ത കുട്ടിക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തു, ഈ അമ്മച്ചിക്കും കൊടുത്തു പൈസ. അങ്ങനെ നമുക്ക് കണ്ടെത്താനാവും വിധം ഞാൻ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ കണ്ടെത്തി. അവർക്കൊരു ചെറിയ എമൗണ്ട് സഹായിക്കും, വലിയ എമൗണ്ട് ഒന്നല്ല കൊടുക്കുന്നത്. അത് ഞാൻ ആരോടും പറയാറില്ല, ഈവൻ ഹസ്ബൻഡ് പോലും അറിയാറില്ല. കാരണം ഞാൻ എല്ലാവർക്കും, എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു ചെറുപ്പം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നവരെ. മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല മനസ്സാവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടില്ല മക്കളെ, അവർ സ്വയം വന്ന് ഉടമ്പടി എടുത്തതാണ്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മോള് പഠിക്കുന്നിടത്ത് ഇപ്പം 5 കാശ് രൂപവും ഉപ്പും തേനും കൊടുത്തു. എൻ്റെ മോളുടെ കൂടെയുള്ള 5 കുട്ടികളും ആ കാശ് രൂപം വെച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് 5:30 അവക്കോടൊപ്പം പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നു. എല്ലാവരോടും മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളാരും വിഷമിക്കേണ്ട. പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമ്മളെല്ലാവർക്കും ഓരോ അനുഗ്രഹമെങ്കിലും മാതാവ് തരും. നിങ്ങൾ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട, എനിക്ക് കിട്ടിയില്ലോ. ഞാനും അങ്ങനെ വിചാരിച്ചു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നാൽ എനിക്ക് എന്ത് കിട്ടി? പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എല്ലാം കിട്ടി. നിങ്ങൾക്കും എല്ലാം കിട്ടും. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയണം, വിശ്വാസമുള്ളവരോടും ഇല്ലാത്തവരോടും പറയണം. പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് തരും. എല്ലാവരും മാറണം. പ്രാർത്ഥനയിൽ കൂടുതൽ ഭക്തിയായിരിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ നേരം ചെലവഴിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ധ്യാനത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ധ്യാനം കൂടും. ഞാൻ 36 മാസത്തോടത്തോളം ആയിട്ടുണ്ടെങ്കിൽ 36 മാസവും ഞാൻ ധ്യാനം വന്ന് 12:30 ഞാൻ ഷോപ്പ് അടച്ച് പോരുമ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു എയർപോഡ് വാങ്ങിച്ചു. 12:30 ശേഷം എൻ്റെ ചെവിയിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ഓൺ ദ വേയിൽ അത് ചെവിയിൽ വയ്ക്കും. റോട്ടിലല്ല, തൊട്ടടുത്താണ് വീട്. അപ്പോൾ ആ എയർപോർട്ടിൽ കൂടെ ഞാൻ ആ ധ്യാനം പൂർത്തീകരിക്കും. 1 മണിക്ക് 1:05 സമയങ്ങളിൽ നമ്മുടെ ധ്യാനം തീരും. തീരെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ അത് സ്പ്ലിറ്റായിട്ട് ആ ദിവസം തന്നെ 2 പ്രാവശ്യമായിട്ട് കാണും. 14 സാക്ഷ്യം എല്ലാ ദിവസവും ഞാൻ കാണും. 14 ഷെയർ ചെയ്തില്ലെങ്കിലും എനിക്ക് തൃപ്തികരമായ മിക്ക സാക്ഷികളും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും. എൻ്റെ ഷെയർ സ്റ്റാറ്റസ് എല്ലാവരും കാണാൻ. എൻ്റെ സാക്ഷ്യം കാണാമെന്ന് പറയുന്നത് എനിക്കൊരു ക്രൈസാണ്. സാക്ഷ്യം കണ്ട് എനിക്ക് ഭക്തി കുറയുമ്പോൾ ഞാൻ അപ്പം കാണുന്നത് സാക്ഷിയാണ്. സാക്ഷ്യം കാണുമ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടും, കൂടുതൽ ഭക്തി കിട്ടും, കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നും. സാക്ഷ്യമാണ്. നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ സാക്ഷ്യം കാണാം. സാക്ഷ്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. ചില സാക്ഷ്യങ്ങളിൽ നമ്മുടെ സാക്ഷിയുമായിട്ട് നന്നായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഭക്തി തോന്നും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-11 പറയുന്നത് പോലെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ. അവർ തീഷ്ണതയിൽ, ആത്മാർത്ഥതയിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ആ ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാക്ഷ്യങ്ങളിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മെഴുകുതിരിയിലും സുഗന്ധാഭിഷേകത്തിലും ഒക്കെ ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഈശോയും അമ്മയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കൃപ ലഭിച്ചത്. അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത് ഈശോയും അമ്മയുമാണ്. പണ്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈശോയും അമ്മയും എല്ലാം നടത്തി തരികയാണ്. മറ്റുള്ളവർക്ക് എത്രമാത്രം കൊടുക്കുന്നു അത്രമാത്രം ദൈവം അതിനനുസരിച്ച് അതിന് കൂടുതൽ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്രമാത്രം കൊടുക്കണമെങ്കിൽ അത്ര തീഷ്ണതയോടെയാണ് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നത്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവമെല്ലാം വാരി കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഓരോ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സാധിക്കുമെന്നാണ് ഉടമ്പടി പുതുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതുതന്നെയാണ് വിശുദ്ധിയിലേക്കുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു പാതയാണ്, ഒരു വഴിയാണ് തുറന്നു നൽകുന്നത്. അങ്ങനെയാണ് മാരാരികുളത്ത് നിന്ന് പോന്നപ്പോൾ യാത്രാമധ്യേ
ഒരു പ്രസൻസ് ഫീൽ ചെയ്ത് അത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് മനസ്സിലാക്കാതിരുന്ന് തിരിച്ചറിയാൻ പറ്റുക. എമ്മാഹൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ കൂടെയുള്ള ഈശോയുടെ സാന്നിധ്യം പോലെ തന്നെയാണ് മാരാരികുളത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്ന ആ സാന്നിധ്യം എന്തോ പ്രത്യേകമായി തോന്നി. നീല സാരിയും ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമൊക്കെ കണ്ടപ്പോൾ അത് ഒരു അമ്മയുടെ ഒരു പ്രസൻസ് പോലെ തോന്നി. പക്ഷെങ്കിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ അന്ന് രാത്രിയിൽ വൈകിട്ട് തന്നെ അമ്മ തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അത് ഞാനായിരുന്നു എന്ന്. ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഒട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ സാന്നിധ്യം മനസ്സിലാക്കുകയും അമ്മ തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയുമാണ്, അത് ഞാനായിരുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയോടും ചേർന്ന് നിൽക്കുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. എല്ലാ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ഈശോയോട് ചേർന്ന് നിന്ന് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ, അതായത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടിയിൽ നമുക്കും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഷീബ വർഗീസിന് കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും മകൾ വർഷയ്ക്കും മൂത്ത മകൾക്കും, ഈ 2 മക്കൾക്കും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും വിജയം അനുഗ്രഹിച്ച ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആത്മീയതയിലുള്ള ആ തീഷ്ണതയിലാണ് അവർക്ക് ആ റിസൾട്ട് കിട്ടിയത്. സങ്കീർത്തനം 20:5 പറയുന്നത്, നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും, കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ആ വിജയ പതാകകൾ പാറിക്കുവാനുള്ള അവസരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രതിഷ്ഠീകരണത്തിന് സാക്ഷികളാക്കി നമ്മെ മാറ്റണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഷീബയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ